ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് പവർഫുൾ കിച്ചൺ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. നമുക്ക് കിച്ചണിൽ തയ്യാറാക്കാൻ പോകുന്നത് ഓട്ടടയാണ് കേട്ടോ. അപ്പം മലപ്പുറം സ്പെഷ്യൽ ഓട്ടട. അതിനായിട്ട് നമ്മൾ ഒരു കപ്പ് അരി, പച്ചരി കുതിരാനായിട്ട് വെള്ളത്തിലിട്ടിരുന്നു. അപ്പോൾ അത് നമുക്ക് നന്നായി കഴുകി ക്ലീൻ ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടാതെ ഒരു പിടി തേങ്ങ ചിരകിയതും ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ കോഴിമുട്ട ചേർത്തിട്ടും തയ്യാറാക്കാറുണ്ട് ഓട്ടട. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കുന്നത് കോഴിമുട്ട ഇല്ലാതെയാണ്. കോഴിമുട്ടയുടെ ടേസ്റ്റ് ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് കോഴിമുട്ട ഇല്ലാതെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അരിയിട്ടു, പിന്നെ തേങ്ങ ചിരകിയത്, ആവശ്യത്തിന് ഉപ്പ്. ഈ സമയം ഒരു കോഴിമുട്ട വേണമെങ്കിൽ ചേർത്ത് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാനത് ഉപയോഗിക്കുന്നില്ല. കോഴിമുട്ട ചേർത്തും തയ്യാറാക്കാം. അപ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് കിട്ടും. ആ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് കറക്കിയെടുക്കാം. അപ്പോൾ നമ്മളുടെ ഓട്ടടയുടെ മാവ് ഇവിടെ റെഡിയാവും. ഓക്കെ, അപ്പോൾ അതാ നമ്മളിപ്പോൾ ഇത്രയും അരിയും തേങ്ങ ചിരകിയതും ഉപ്പും വെള്ളവും ചേർത്ത് നമ്മൾ മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തു. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതേ രീതിയിലാണ് നമുക്ക് മാവ് തയ്യാറാക്കേണ്ടത്. കാരണം നല്ലോണം കട്ടിയിലും അല്ല, എന്നാൽ നല്ലോണം ലൂസായിട്ടും ആവരുത്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ഓട്ടടയ്ക്കുള്ള മാവ് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കുക. ഇനി നമുക്ക് ഓട്ട് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ഞാനിവിടെ പത്തിരി ചട്ടി എന്നാണ് ഞങ്ങളൊക്കെ ഇവിടെ പറയുക. ഇനിയിപ്പോൾ ഓരോ നാട്ടിലും എങ്ങനെയൊക്കെ പറയാമെന്നൊന്നും അറിയില്ല. പത്തിരി ചട്ടി അടുപ്പത്ത് വെച്ച് അത് നന്നായിട്ട് ചൂടാവണം. നല്ല പോലെ ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഈ മാവ് ഒഴിച്ചെടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ആ ബബിൾസ് വരില്ല. നല്ല ആരുള്ള ഓട്ടട കിട്ടണമെങ്കിൽ നമ്മളിതുപോലെ തന്നെ ചെയ്യണം. അപ്പോൾ ഫുൾ ഫ്ലെയിമിലിട്ട് ചട്ടി നന്നായി ചൂടായതിന് ശേഷം, ഇപ്പോൾ മാവ് കലക്കി വെച്ച് ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്തു. മാവ് ഒഴിക്കുമ്പോൾ ഷീ എന്നുള്ള ആ സൗണ്ട് വരണം. അത്രയും ചട്ടി ചൂടാവണം. പിന്നെ ഈ സമയം നമ്മൾ അടച്ചിടാൻ പാടില്ല. അടച്ചിട്ട് കഴിഞ്ഞാൽ ബബിൾസ് വരില്ല. അപ്പോൾ നമ്മൾ ഈ ഒഴിച്ച മാവിൽ അത്രയും റൗണ്ട് ഷേപ്പിൽ തന്നെ നിറയെ ബബിൾസൊക്കെ നന്നായിട്ട് നിറയും. പിന്നെ സെൻറ്റർ ഭാഗത്താണ് നടുഭാഗത്താണ് കുറച്ചുകൂടെ വേവാനുണ്ടാവുക. എല്ലായിടത്തും ബബിൾസ് വന്ന് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് അടച്ചിട്ടിട്ട് വേവിക്കാം. അപ്പോൾ നടുഭാഗം കൂടെ ഇന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മളുടെ ഒന്നാമത്തെ ഓട്ടട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റാം. അപ്പോൾ മലപ്പുറത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇതൊരു സ്പെഷ്യലായിട്ട് എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്ന പരിചിതമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഓട്ടട. ഇനി അടുത്തതും ഇതുപോലെ നമുക്ക് മാവ് ഒഴിച്ച് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നടുഭാഗത്ത് വെന്തില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അടച്ചിട്ട് വേവിച്ചാൽ മതി. അതിൻ്റെ ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതായത് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് മാവ് ഒഴിക്കുക. മാവ് ഒഴിച്ച് നന്നായിട്ട് ഫുൾ ഫ്ലെയിം മാറ്റണ്ട. എല്ലായിടത്തും ബബിൾസ് വന്നാൽ മാത്രം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളുടെ ഓട്ടട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ, ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. അപ്പം ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഇനി ബാക്കിയുള്ള മാവ് നമുക്കിതുപോലെ ഓട്ടട തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്തൊരു അടാറ് വിഭവമായിട്ട് വരുന്നുണ്ട്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, ബായ്, താങ്ക് യു.